My precious children of God, I greet each one of you in the mighty and precious name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അമൂല്യമായ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹാശംസകൾ നേരുന്നു. Today we are going to meditate a great thing. ഇന്ന് നമ്മൾ മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ പോകുകയാണ്. A great secret. ഒരു മഹത്തായ രഹസ്യത്തെക്കുറിച്ച്. Let us read the word of God. നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കാം. Exodus chapter 20 verse 24 says, "In every place where I cause my name to be remembered, I'll come to you and bless you." പുറപ്പാട് 20:24 വാക്യം പറയുന്നു, ഞാൻ എന്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. Yes, what a beautiful name we have. അതെ, നമുക്ക് എത്ര മനോഹരമായ ഒരു നാമമാണുള്ളത്. God Almighty, സർവശക്തനായ ദൈവം, Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു. Use these names ഈ നാമങ്ങൾ ഉപയോഗിക്കുവിൻ. and pray unto the Lord. ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. Whatever you pray, it will be answered. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. Moses was a man of God. മോശെ ഒരു ദൈവ മനുഷ്യനായിരുന്നു. And he was chosen by the Lord himself to do his ministry. ദൈവവേല ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു മോശ. To release his people, Israelites, from the hands of Herod. ശത്രു രാജാവിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനാണ് മോശ. Herod the Egyptian king. മിസ്രയീമിലെ രാജാവിന്റെ കയ്യിൽ നിന്നും He was troubling them like anything. അവൻ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Israelites were troubled in so many ways. ഇസ്രായേൽ മക്കൾ പല വിധത്തിലുമുള്ള ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു. Exodus chapter 9 verse 16 we read, പുറപ്പാട് 9:16 നമ്മൾ വായിക്കുന്നു, God showed his power to Herod. ദൈവം തന്റെ ശക്തി മിസ്രയീമിലെ രാജാവിനെ കാണിച്ചു കൊടുത്തു. The king of Egypt was troubling his people. മിസ്രയീമിലെ രാജാവ് ദൈവജനത്തെ ഉപദ്രവിക്കുകയായിരുന്നു. But God used his servant to Moses to come out of all the troubles by using his wonderful എന്നാൽ തന്റെ name. അത്ഭുതകരമായ നാമം ഉപയോഗിച്ചുകൊണ്ട് സകല കഷ്ടങ്ങളിൽ നിന്നും ജനത്തെ രക്ഷിക്കുവാൻ ദൈവം തന്റെ ദാസനായ മോശയെ ഉപയോഗിച്ചു. God said to Herod, I want to show my power in you, and that my name may be declared in all the earth. ദൈവം മിസ്രയീമിലെ രാജാവിനോട് പറഞ്ഞു, എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനെ ഞാൻ എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. My children, how much you use this name, great name, the Lord God Almighty. എന്റെ കുഞ്ഞുങ്ങളെ, സർവശക്തനായ ദൈവത്തിന്റെ നാമം നിങ്ങൾ എത്രമാത്രം ഉപയോഗിക്കുന്നു. Lord Jesus Christ. കർത്താവായ യേശുവിന്റെ നാമം. Jeremiah 48:15 and Exodus 6:3 says, in all these verses we read that our God is known to his children as the Lord. യിരെമ്യാവ് 48:15, പുറപ്പാട് 6:3 ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നു, ദൈവം തന്റെ ജനത്തിനെ സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു. Whenever you need any blessing from the Lord, or whenever you go through troubles, just call, Lord, Lord, have mercy upon me. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. Israelites were going through such a problem. ഇസ്രായേൽ മക്കൾ അതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു. Moses and his people called unto the Lord. മോശയും അവന്റെ ജനവും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. Cried unto the Lord. കർത്താവിനോട് നിലവിളിച്ചു. Oh, because of that name they were delivered in a mighty way. ആ നാമം നിമിത്തം അതിശക്തമായ രീതിയിൽ അവർ വിടുവിക്കപ്പെട്ടു. In the same way, my children, my precious children of God, you also call the name of the Lord. ഇതുപോലെ പ്രിയ ദൈവമക്കളെ, നിങ്ങളും ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. You will see miracles. അപ്പോൾ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. Shall we pray right now? നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Father God, thank you for the wonderful name, Lord God Almighty. പിതാവായ ദൈവമേ, സർവശക്തിയുള്ള ദൈവമെന്ന അങ്ങയുടെ നാമത്തിനായി ഞങ്ങൾ നന്ദി Lord പറയുന്നു. Jesus, കർത്താവായ യേശുവേ, we cry unto thee even now, O Father. ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. All the children who are listening to this message, they are crying. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ കുട്ടികളും കർത്താവെ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്.
They need many things in this life. അവർക്ക് ഈ ജീവിതത്തിൽ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. They go through many problems in this life. അവർ ഈ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. But oh Father, we call unto your name. എന്നാൽ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. Just now we call unto thy name. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. Lord Jesus, കർത്താവായ യേശുവേ, have mercy upon your children. അങ്ങയുടെ മക്കളോട് മനസ്സലിയണമേ. Give them whatever they need. അവർക്ക് ആവശ്യമുള്ള സകലതും നൽകണമേ. Supply all their needs. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണമേ. Bring them out of all their problems. സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. Bless them in your own name. അങ്ങയുടെ നാമത്തിൽ അവരെ The അനുഗ്രഹിക്കണമേ. great name, Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്തായ നാമത്തിൽ, In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.